കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കല്ല. എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചില വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇതാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന ഹെബ്രായ ലേഖനം. പ്രോട്ടസ്റ്റൻ്റ് സഭ വിശ്വാസികളൊക്കെ കത്തോലിക്ക വിശ്വാസത്തിനെതിരെ എടുത്തുപയോഗിക്കാറുള്ള ഒരു വചനഭാഗമാണ്. പാപമോചനം വന്നിടത്ത് എന്തിനാണ് പാപപരിഹാര ബലി? കർത്താവ് എന്നേക്കുമായിട്ടൊരു ബലി അർപ്പിച്ചു, നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കി. അതുകൊണ്ട് മറ്റൊരു ബലി നമ്മൾ അർപ്പിക്കുന്നത് പോലത്തെ ഒരു ബലിയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ ബലിയർപ്പണവും പാപപരിഹാര ബലിയാണ്. പഴയ നിയമത്തിലാണേലും പുതിയ നിയമത്തിലാണേലും നമുക്ക് കാണാൻ സാധിക്കും പാപപരിഹാരത്തിനായിട്ട് ബലി അർപ്പിക്കുന്നത്. 2 സാമുവേൽ 24-ാം അധ്യായത്തിൽ ദാവീദിന് തെറ്റുപറ്റി അവന് ഒരു പാപപരിഹാര ബലി അർപ്പിക്കാൻ അരവനായുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ മെതിക്കളവും കാളകളെയും എല്ലാം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞു, വേണ്ട വേണ്ട, വില പറ. എന്നിട്ട് ആ വില വാങ്ങിയിട്ട് എനിക്ക് തരിക, എനിക്കൊരു ചെലവുമില്ലാത്ത ഒരു ബലി ഞാൻ അർപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് അവൻ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ
പാപപരിഹാര ബലികൾ. പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപപരിഹാരത്തിനുള്ള പല കാര്യങ്ങളുണ്ട്. വിശുദ്ധ കുമ്പസാരം, അതുപോലെ തന്നെ വിശുദ്ധ ബലി, ഇതെല്ലാം അനുദിനം നമ്മുടെ പാപം പരിഹരിക്കുന്ന, ചെയ്തു പോയ പാപത്തിന് പരിഹാരം, അതുപോലെ തന്നെ പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു സംരക്ഷണം, ഇതെല്ലാമാണ് ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ആത്മീയ ഭോജ്യം വാച്ച് ചെയ്താൽ അതിനകത്ത് ഞാനൊരു വ്യക്തിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊളംബിയക്കാരി, ഒരു ദന്ത ഡോക്ടറാണ്. ഇടിമിന്നലേറ്റ് അവർ മരണപ്പെട്ടതാണ്. അവരുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു. അപ്പോൾ ആത്മാവിനുണ്ടായ ചില ദർശനം, സ്വർഗം നരകത്തെക്കുറിച്ചുള്ള ദർശനം, യേശു ആത്മാവിനെ തിരിച്ച് ആ ശരീരത്തിൽ കയറ്റി തിരികെ വിട്ടു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അവർ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയി അവരുടെ സാക്ഷ്യം പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. അവർ പറയുന്നത്, ശരിക്കും ദൈവമക്കൾക്ക് കുമ്പസാരം എന്ന് പറയുന്നത്, നമ്മൾ തുണി അലക്കാൻ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അലക്കി കഴിയുമ്പോൾ ചെളിയെല്ലാം മാറി അത് നല്ല വെണ്മയുള്ളതായിട്ട് മാറുന്നു. ഇതുപോലെയാണ് നമ്മുടെ ആത്മാവ്. പാവക്കറ പുരണ്ട ആത്മാവിൻ്റെ കറകളെല്ലാം മാറ്റി വെണ്മയുള്ളതാക്കുന്നതാണ് കുമ്പസാരം. ദൈവം അവിടെ ഉപയോഗിക്കുന്നത് സോപ്പും വെള്ളമൊന്നുമല്ല. ദൈവം അതിനുപയോഗിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. എന്നിട്ട് അവർക്ക് കിട്ടിയ ഒരു ദർശനം അതിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഒരു പുരോഹിതൻ പട്ടം സ്വീകരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു കാര്യമാണ് വ്രണിത ഹൃദയം, യേശുവിൻ്റെ മുറിവേറ്റ ഹൃദയം. ഇനി അവർ കുമ്പസാരിപ്പിക്കാനിരിക്കുന്ന ഒരു പുരോഹിതൻ, ഒരു അനിതാപി വന്ന് കുമ്പസാരിക്കുമ്പോൾ ആ വ്രണിത ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ടാണ് അവർ ശുദ്ധീകരിക്കപ്പെടുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ആദ്യ വായനയിലാണേലും സുവിശേഷ ഭാഗത്താണേലും ഒക്കെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആലേഖനം ചെയ്യപ്പെടണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെത്തണം. നിയമാവർത്തനം 6:6 നമ്മൾ വായിക്കുന്നതാണ്, എൻ്റെ വാക്ക് നിൻ്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. ഇത് അവിടെ എത്താതെ കണ്ട് നമ്മൾ കേട്ടുപോകുന്നതാണ് പ്രശ്നം. പാപപരിഹാരമാണെങ്കിലും രോഗസൗഖ്യമാണെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും കർത്താവ് ആലേഖനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈശോ തന്നെ പറഞ്ഞ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നിൻ്റെ ശിലാഹൃദയം ഞാൻ മാറ്റും, പകരം നിനക്ക് ഞാനൊരു മാംസള ഹൃദയം തരും. അപ്പോൾ നിനക്ക് എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ എളുപ്പമാകും. പറയുന്നുണ്ട്, വചനം കേട്ടു പോകുന്നതിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നൊരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവരുടെ അഭിപ്രായത്തിൽ വിതക്കാരൻ്റെ ഉപമ എന്നത് മാറ്റിയിട്ട് വിളനിലത്തിൻ്റെ ഉപമ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അർത്ഥവത്ത് എന്നാണ് പറയപ്പെടുക. എൻ്റെ കാരണം ഇതാണ്, വിതക്കാരൻ ഒരേ ആൾ തന്നെ. വിതക്കാരൻ വിത്ത് വിതച്ചു, വിതച്ച വിത്തും ഒരേ വിത്ത് തന്നെ, പക്ഷെ അത് വീണ സ്ഥലത്തിന് വ്യത്യാസമുണ്ടായി. ചിലത് വഴിയരികിൽ, ചിലത് പാറമേൽ, ചിലത് മുൾച്ചെടികൾക്കിടയിൽ, ചിലത് നല്ല സ്ഥലത്ത്. എന്തിനെ ഉദ്ദേശിക്കുന്നതാണെന്നൊക്കെ ഇന്നത്തെ സുവിശേഷ ഭാഗം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. കാരണം ആദ്യം കേട്ടപ്പോൾ അവർക്കൊന്നും തിരിഞ്ഞില്ല. അതേക്കുറിച്ച് അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ കർത്താവ് അത് വിശദീകരിച്ച് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടാൽ പോരാ, അത് മനസ്സിലാക്കണം. മനസ്സിലാക്കാത്ത വചനം സാത്താൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും. പലർക്കും പറ്റുന്ന അതാണ്. വേണേ ധ്യാനവും കൂടും, ദിവസങ്ങളോളം ഇരുന്ന് വചനം കേൾക്കും, വേണമെങ്കിൽ ദിവസേന അവർ ബൈബിൾ തുറന്ന് വായിക്കും, മനസ്സിലാകത്തൊന്നുമില്ല. മനസ്സിലാക്കാത്ത വചനം സാത്താൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ചിലർ വചനം കേൾക്കുമ്പം ധ്യാനം കൂടുമ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്താണ് ധ്യാനകേന്ദ്രം വിട്ടു പോണത്. ഒത്തിരി നാളത്തേക്കൊന്നുമില്ല. കാരണം അത് പാറമേൽ വീണ വിത്ത് പോലെയാണ്. പെട്ടെന്ന് അവർക്ക് സന്തോഷം തോന്നി, എടുക്കുകയും ചെയ്തു. വലിയ വലിയ ബ്രഹ്മാണ്ടൻ തീരുമാനങ്ങളൊക്കെ തലയ്ക്കകത്തെടുത്തു.
പക്ഷെ അത് പ്രാവർത്തികമാക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലമണിയണമെന്നില്ല. നമ്മളെന്തെങ്കിലും ഒരു സാധനം വിത്തിട്ടിട്ട് അത് പൊങ്ങി കുറച്ചാൾ കഴിഞ്ഞപ്പോഴേ വാടിപ്പോയെങ്കിൽ, ഉണങ്ങിപ്പോയെങ്കിൽ എവിടെയാ ഫലം ഉണ്ടാകുക? വീണ്ടും നമ്മൾ കാണുകയാണ്, ഒത്തിരി പേരെ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. നമ്മൾ വേണേൽ കുർബാനയുടെ സമയത്ത് ശ്രദ്ധിച്ചു കേൾക്കും. കുർബാന കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളാണ്, ലൗകികമായിട്ടുള്ള വ്യഗ്രതകളാണ് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുക. അപ്പം അതുകൊണ്ട് കേട്ട വചനം ജീവിക്കുന്നതിന് മുമ്പ് ആ വചനങ്ങളെയെല്ലാം ഞെക്കി ഞെരുക്കി കളയുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള 3 അവസ്ഥകൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഓരോ പ്രാവശ്യം നമ്മൾ വചനം കേൾക്കുമ്പോഴും ബൈബിള് വായിക്കുമ്പോഴും ദൈവവചനത്തെ നമുക്ക് എടുക്കാൻ പറ്റണം. കാരണം വചനം വിത്താണ്. വിത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. വിത്ത് അതൊരു ചെടിയായി അതിൽ ഒരു കതിരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വചനത്തിനായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം അപ്രകാരം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളതാണ് അതിൻ്റെ കാതലായ സന്ദേശം. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.